നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ഒരു ഹെയർ പാക്ക് ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ മുടിയിലെ താരം പോകുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഷുഗറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ഷുഗറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ബ്രൗൺ ഷുഗറും എടുക്കാം, വൈറ്റ് ഷുഗർ ആണെങ്കിൽ വൈറ്റ് ഷുഗറും എടുക്കാം. ഏതായാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആ വലിയ സ്പൂണിന് ഒരു 4 സ്പൂണ് പഞ്ചസാര ഈ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുടിക്ക് ഒരുപാട് നീളമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം. നമ്മൾ ഹെയർ പാക്കും കൂടിയാണെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഹെയറിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം. ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഇതിൽ രണ്ടിലും ഏതെങ്കിലും ആണ് വേണ്ടത്. ഇതിലോട്ട് ഞാൻ ഒരു 3 സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള സാധനം നമ്മുടെ നാരങ്ങയാണ്. ഒരു വലിയ നാരങ്ങയുടെ 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് എടുക്കാവുന്നതാണ്. അത് ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം 2 സ്പൂണോളം നാരങ്ങയുടെ നീര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ നാരങ്ങയുടെ കുരു ഉണ്ടല്ലോ, കുരു ഒന്നും വരാതെ നോക്കുക, അല്ലെങ്കിൽ നമ്മളത് മുടിയിൽ തേക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ അതൊക്കെ തടയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് എടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തൈര് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടും സ്മൂത്തായിട്ടും കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഉപയോഗിക്കുന്നത്. ഈ തൈര് ഉപയോഗിക്കുന്ന ടൈമിൽ നമുക്ക് തലയിൽ ചെറുതായിട്ട് തണുപ്പൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഈ പെട്ടെന്ന് കോൾഡ് വരുന്ന ആൾക്കാരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അലർജിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തൈരിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തലയിൽ ഞാൻ തേക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ മുടി നന്നായിട്ട് ചീകി കെട്ടൊന്നുമില്ലാതെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കൈ നമ്മുടെ ഈ കെട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഉടക്കി നമുക്ക് മര്യാദയ്ക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ മുടി നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ സൈഡിൽ നിന്നും ചെറുതായിട്ട് മുടിയുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ ഹെന്ന അപ്ലൈ ചെയ്യത്തില്ലേ, ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ മുടിയെടുത്ത് വകഞ്ഞ് മാറ്റിയിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുകയല്ലേ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഉള്ളിലോട്ട് പ്രസ് ചെയ്യരുത് കേട്ടോ. തലയോട്ടിയിൽ ഒരുപാട് ഇതായിട്ട് പ്രസ് ചെയ്ത് എടുക്കാൻ പാടില്ല. ചെറിയ രീതിയിലുള്ള ഒരു സ്ക്രബിംഗ് ആണ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതങ്ങ് തേച്ച് കൊടുക്കുകയാണ്. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് മസാജ് ചെയ്ത് ചെറിയ രീതിക്ക് സ്ക്രബും കൂടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ മുടിയുടെ വളർച്ച, ചില ആൾക്കാർക്കൊക്കെ മുടിയൊക്കെ നന്നായിട്ട് പൊഴിയുന്നവരൊക്കെ ഉണ്ടല്ലോ, മുടിയൊക്കെ പൊഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ തലയോട്ടിയിൽ നമുക്ക് നന്നായിട്ട് മസാജ്, നമ്മൾ സാധാരണ വെളിച്ചെണ്ണയൊക്കെ ചെറിയ ചൂടോടുകൂടി തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം എന്ന് പറയാറില്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരുകയും ചെയ്യും. വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിലുള്ളത് അങ്ങനെ ഉള്ളതെല്ലാം ശരിയാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇത് തേച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം. മുടിയുടെ തുമ്പൊഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തേക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര കഷ്ടപ്പാടാണെന്നൊക്കെ. ഒരു കഷ്ടപ്പാടുമില്ല, ഭയങ്കര ഈസിയാണ്. നമുക്ക് ഇത് ഹെയർ പാക്കായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് പോകാനും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളും ഒറ്റയടിക്ക് നടക്കും. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വലിച്ചു വാരി ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എനിക്ക് കണ്ടീഷണർ ഉപയോഗിക്കുന്ന ഇഷ്ടമില്ല. അപ്പം ഈ ഹെയർ പാക്ക് ആകുമ്പം നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടാണ് കിടക്കുള്ളൂ, നല്ല അടിപൊളിയായിട്ടാണ്. നമുക്ക് വേറെ ഹെയർ പാക്കൊക്കെ ആകുമ്പോൾ അത് അരയ്ക്കണം, പിടിക്കണം, അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള മടിച്ചുകൾക്ക് എല്ലാവർക്കും പറ്റിയ ഒരു ഹെയർ പാക്കാണിത്. 2 പ്രാവശ്യത്തെ ഉപയോഗത്തിൽ തന്നെ നമുക്ക് താരം പോകും. അതായത്
ആഴ്ചയിൽ ഒന്നാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഒരുപാട് താരൻ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുക. അല്ലാത്തവർ ആഴ്ചയിൽ 1 വീതം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ താരൻ ഫുള്ളങ്ങ് പോകും. പിന്നീട് 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല സ്മൂത്തായിരിക്കും. കാണുന്നവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് തന്നെ തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത്രയും നല്ല സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടും നമ്മുടെ മുടി ഇരിക്കും. ഇപ്പം ഞാൻ ബാക്കി ഉണ്ടായിരുന്നത് മുടിയുടെ തുമ്പ് ഭാഗത്തും കൂടെ അപ്ലൈ ചെയ്തു. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് മുടി പോയി വാഷ് ചെയ്യാം. അപ്പോൾ വാഷ് ചെയ്യുമ്പം തലയോട്ടിയിൽ ഒന്ന് അധികം ഉള്ളിലോട്ട് പ്രസ് ചെയ്യാത്ത രീതിയിൽ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ താരനെല്ലാം പോകുന്നതാണ്. മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.